നമസ്തേ. ഞാൻ ശ്രീജ സരീഷ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇലക്കളം പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ആസന്നമായിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഭാഗമായി നമ്മൾ ഈ പ്രാവശ്യം 1 മുതൽ 17 വാർഡിൽ എല്ലാ വാർഡുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ കാൻഡിഡേറ്റ്സ് ഉണ്ട്. നമ്മൾ ഏകദേശം 9 വാർഡുകൾ പിടിക്കും എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവരും തന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു തവണ മാറ്റം എല്ലാ വീടുകളിലും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം സമകാലീന രാഷ്ട്രീയത്തെക്കുറിച്ചും നിലവിലുള്ള നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ കെടുകാര്യസ്ഥതയും എല്ലാം കൊണ്ടും തന്നെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധി നമ്മുടെ ഇലക്കുളം പഞ്ചായത്തിൻ്റെ ഭരണത്ത് എത്തണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കടന്നു ചെല്ലുന്ന ഓരോ വീടുകളിലും നല്ല രീതിയിലുള്ള പ്രതികരണമാണ് എല്ലാ ആൾക്കാരിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡ് 9 പനമറ്റ മേഖലയുടെ ഒരു സ്ഥാനാർത്ഥിയാണ്. മുൻ കാലഘട്ടങ്ങളിൽ ഇടത് വലത് മുന്നണികൾ ജനങ്ങളുടെ മുന്നിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി പോവുകയും മെമ്പറായതിനു ശേഷം ആ വാർഡുകളിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും 8ാം വാർഡിനെ നിലവിൽ പുതിയതായി വന്നേക്കുന്ന 9ാം വാർഡ്, അതായത് വാർഡ് 9 പനമറ്റം വീടുകളിൽ ചെല്ലുമ്പോൾ മുൻകാല മെമ്പർ ജയിച്ചു പോയതിന് ശേഷം ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ കാണാനോ അത് പരിഹരിക്കാനോ അദ്ദേഹം മുന്നോട്ട് വന്നിട്ടില്ല. നമ്മൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ടർ ആണെന്ന് പറഞ്ഞിട്ട് കൂടി ഞങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത ഞങ്ങളുടെ വിഷയങ്ങൾ പരിഹരിച്ചു തരാതെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ആർക്കും കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകുന്നില്ല. നമ്മൾ വികസിത കേരളം, അതുപോലെ തന്നെ വികസിത പനമറ്റം, വികസിത എലിക്കുളം, വികസിത കേരളം എന്ന ഒരു മുദ്രാവാക്യവുമായിട്ടാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, നമ്മുടെ അത് റോഡായിക്കോട്ടെ, കുടിവെള്ളം ആയിക്കോട്ടെ, നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകളായിക്കോട്ടെ, എന്താണോ ജനങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ടത് അവയെ നമ്മൾ പരിഹരിച്ചു കൊടുക്കും. ഇപ്പോൾ ജൽജീവൻ മിഷൻ പദ്ധതി അത് എല്ലാ വീടുകളിലും ഇലക്കുളം പഞ്ചായത്തിലെ 1 മുതൽ 17 വാർഡുകളിലെ എല്ലാ വീടുകളിലും അടുത്ത 1 വർഷത്തിനുള്ളിൽ നമ്മൾ വെള്ളം എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ തനത് ഫണ്ട് നന്നേ കുറവുള്ള ഈ ഒരു പഞ്ചായത്തിൽ നമ്മൾ മുന്നിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ മേഖലകളിൽ നിന്ന് നമുക്ക് നമ്മുടെ വാർഡിൻ്റെ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ, ആ മേഖലകളെയെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് എലിക്കുളത്തിൻ്റെ ഒരു സമഗ്ര വികസനം മുന്നിട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതിനായിട്ട് നല്ലവരായിട്ടുള്ള നിങ്ങൾ ഓരോ ആൾക്കാരുടെയും സഹകരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ കാൻഡിഡേറ്റ്സിനും 1 മുതൽ 17 വരെയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരു അവസരം നൽകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.